MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ അലബാമയിലും മിസിസിപ്പിയിലും സാന്റോറാമിന് വിജയം. ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം നിരീക്ഷണത്തിന് ന്യൂയോർക്ക് നിവാസികളുടെ പിന്തുണ. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധന തന്റെ ജനപ്രീതിയെ ബാധിക്കുന്നതായി ഒബാമ സമ്മതിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെ അമേരിക്കൻ സന്ദർശനം തുടങ്ങി. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. ഇന്നലെ നടന്ന റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ അലബാമയിലും മിസിസിപ്പിയിലും സാന്റോറാമിന് വിജയം. എന്നാൽ ഹവായിയിലും അമേരിക്കൻ സമോവയിലും റോംനിക്കൊപ്പമായിരുന്നു വിജയം. ഫലപ്രവചനങ്ങൾ തെറ്റിച്ച് സാന്റോറത്തിന്റെ മുന്നേറ്റം. We did it again. Thank you all very much. First and foremost, as we continue this campaign and continue to work hard, I just want to thank everybody. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പ്രൈമറി ഹിതപരിശോധനകൾ പൂർത്തിയായ അലബാമയിലും മിസിസിപ്പിയിലും സാന്റോറത്തിന്റെ വിജയം ആരും പ്രവചിച്ചിരുന്നില്ല. ഹിതപരിശോധനകൾക്ക് മുമ്പ് വന്ന അഭിപ്രായ സർവേകളിൽ റോംനി ഗിംഗ്റിച്ച് മത്സരമാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ അന്തിമ വിധി മറ്റൊന്നായി. സുപ്രധാനമായ ഇരു സ്റ്റേറ്റുകളിലും നേരിയ വ്യത്യാസത്തിലെങ്കിലും സാന്റോറം ഒന്നാം സ്ഥാനത്തെത്തി. I want to thank God for giving us the strength every day to go out there and to be clear in our message and our vision for this country. And that's what this race has been about. People have said, you're being outspent, and everybody's talking about all the math and all the things that this race is inevitable. ഇരു സ്റ്റേറ്റുകളിലും രണ്ടാം സ്ഥാനം ഗിംഗ്റിച്ചിനാണ്. കിഴക്കൻ സ്റ്റേറ്റുകളിലെ നിർണായക ശക്തിയായി മാറിയ ഗിംഗ്റിച്ചിന് ഒരു വിജയം പോലും 4 സ്റ്റേറ്റുകളിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും റിപ്പബ്ലിക്കൻ നിരയിലെ മുന്നണി പോരാളി മിഡ് റോംനെയെ പിന്നിലാക്കി. വിജയങ്ങളിലും പ്രൈമറി ഡെലിഗേറ്റ്സിന്റെ എണ്ണത്തിലും ഇപ്പോഴും മുന്നിലാണ് റോംനെ. അലബാമയിൽ സാന്റോറം 35% പേരുടെ പിന്തുണ നേടി. ഇവിടെ രണ്ടാം സ്ഥാനത്തുള്ള ഗിംഗ്റിച്ച് 30% വോട്ട് നേടി. റോംനി 28% വോട്ടും നേടിയിട്ടുണ്ട്. റോൺ പോൾ 5% വോട്ടുകൾ മാത്രം നേടി അലബാമയിൽ 4ാമതെത്തി. സുപ്രധാന ഹിതപരിശോധന നടന്ന മിസിസിപ്പിയിലെയും കഥ ഇതിന് സമാനമാണ്. 33% വോട്ട് നേടിയ സാന്റോറം തന്നെയാണ് ഇവിടെയും വിജയം സ്വന്തം പേരിലാക്കിയത്. തൊട്ടു പിന്നിലുള്ള ഗിംഗ്റിച്ചിന് 31% വോട്ടുകളുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള റോംനി 30% വോട്ടും നേടി. ഇവിടെ 4% മാത്രം വോട്ട് നേടി റോൺ പോൾ 4ാമത് തന്നെയാണ്. ഇതോടെ ഇരു സ്റ്റേറ്റുകളിലുമായുള്ള 90 ഡെലിഗേറ്റ്സുകൾ വീതിക്കപ്പെടും. ഇപ്പോൾ റോംനിക്ക് 454 പേരുടെയും സാന്റോറത്തിന് 217 പേരുടെയും ഗിംഗ്റിച്ചിന് 107 പേരുടെയും പിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഫലപ്രഖ്യാപനത്തോടെ ഈ കണക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരും. എന്നാലും സ്ഥാനക്കയറ്റം ആർക്കും പ്രതീക്ഷയില്ല. ഇതിനോടൊപ്പം ഹിതപരിശോധന നടന്ന ഹവായിലും അമേരിക്കൻ സമോവയിലും വിജയം റോംനിക്കൊപ്പമാണ്. റോംനിയുടെ പണക്കൊഴുപ്പിനു മുന്നിൽ ഈ 2 സ്റ്റേറ്റുകളും വീണു. എന്നാൽ കപ്പിനും ചുണ്ടിനുമിടയിൽ വിജയം തട്ടിപ്പോയതാണ് ഗിംഗ്റിച്ചിനെ അസ്വസ്ഥനാക്കുന്നത്. ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം നിരീക്ഷണത്തിന് തദ്ദേശവാസികളുടെ പിന്തുണ. ക്യൂനപ്പിയാക് യൂണിവേഴ്സിറ്റി നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇത് വെളിവായത്. ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം നിരീക്ഷണം കഴിഞ്ഞ കുറെ ആഴ്ചകളായി അമേരിക്കയിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. പോലീസിന്റെ നടപടിയെ എതിർത്ത് നിരവധി സംഘടനകളും പ്രമുഖരും രംഗത്ത് വന്നപ്പോഴും പോലീസ് നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ സംഭവത്തിൽ ന്യൂയോർക്കുകാരുടെ വികാരം ആരും ആരാഞ്ഞിരുന്നില്ല. ക്യൂനപ്പിയാക് യൂണിവേഴ്സിറ്റിയാണ് ഇതിന് ആദ്യമായി ധൈര്യം കാണിച്ചത്. ഇവർ നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം ഭൂരിപക്ഷം പേരും പോലീസ് നടപടി ശരിയായിരുന്നു എന്ന് രേഖപ്പെടുത്തി. നിരവധി ചോദ്യങ്ങളാണ് ഇവർ സർവേയുടെ ഭാഗമായി ന്യൂയോർക്കിലെ 964 ഔദ്യോഗിക വോട്ടർമാരോട് ചോദിച്ചത്. പോലീസിന്റെ നടപടി ശരിയായിരുന്നു എന്ന് പറഞ്ഞത് 58% പേരായിരുന്നു. തീവ്രവാദികൾക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ ന്യൂയോർക്ക് പോലീസ് ശക്തിയായി നിലകൊണ്ടതായി സർവേയിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷമായ 82% പേരും അഭിപ്രായപ്പെട്ടു. ഇത് പോലീസിന്റെ ജോലിയുടെ ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് 63% പേർ. ന്യൂയോർക്ക് സിറ്റി പോലീസ് കമ്മീഷണറായ റേ കെല്ലിക്ക് 64% പേരുടെ പിന്തുണയുണ്ട്. മേയർ മൈക്കിൾ ബ്ലൂംബർഗിന് 67% പേരുടെ പിന്തുണയും. ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഇരുവരെയും ഏറെ വലച്ചിരുന്നു. ഇതിന് കാരണക്കാരായി ചൂണ്ടിക്കാട്ടിയിരുന്നതും ഇവരായിരുന്നു. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വന്ന അനുകൂല തരംഗം ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൂടുതൽ കരുത്തരാക്കും. എന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന അഭിപ്രായമൊന്നും ഈ സർവേയിൽ വന്നില്ല. സർവേയിൽ പങ്കെടുത്ത 58% പേർക്കും രാജ്യത്തെ മുസ്ലിങ്ങളെ പറ്റി നല്ലതേ പറയാനുള്ളൂ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ഈ സർവേ ക്യൂനപ്പിയാക് യൂണിവേഴ്സിറ്റി അധികൃതർ നടത്തിയത്. അമേരിക്കയിൽ സ്റ്റുഡൻസ് ലോണിന്റെ പലിശ നിരക്ക് കുത്തനെ ഉയരും. കുറഞ്ഞ വരുമാനക്കാരും ഇടത്തരം വരുമാനക്കാരുമായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഇത് സാരമായി ബാധിക്കും. സർക്കാർ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ സ്റ്റുഡൻസ് ലോണിന്റെ പലിശ നിരക്ക് കുത്തനെ ഉയരും. ഇതുമൂലം കുറഞ്ഞ വരുമാനമുള്ള ഇടത്തരം കുടുംബങ്ങളിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കഷ്ടപ്പെടും.
കോൺഗ്രസ് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കുറഞ്ഞ വരുമാനക്കാരായ വിദ്യാർത്ഥികളുടെ കോളേജ് സ്വപ്നം അനിശ്ചിതത്തിലാകുമെന്ന് ഉറപ്പായി. വിദ്യാർത്ഥികളുടെ പ്രധാന ആശ്രയമായ സ്റ്റാഫോർഡ് ലോൺ സബ്സിഡിയുടെ പലിശ നിരക്ക് ഇരട്ടിയാവുകയും ചെയ്യും. കോൺഗ്രസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ 80 ലക്ഷം അണ്ടർ ഗ്രാജുവേറ്റുകൾക്ക് ഇപ്പോൾ 3.4% പലിശയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി ലോണിന് ജൂലൈ 1 മുതൽ 6.8% പലിശ കൊടുക്കേണ്ടി വരും. പലിശ നിരക്ക് ഉയരുന്നത് തടയണമെന്ന് ഒബാമ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസിൽ അതേ ചൊല്ലിയുള്ള നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധന തന്റെ ജനപ്രീതിയെ ബാധിക്കുന്നതായി ഒബാമ. ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഒബാമ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. രാജ്യത്ത് ഇന്ധനവില ഉയരുമ്പോൾ ജനം തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പ്രസിഡന്റ് ഒബാമ അവസാനം സമ്മതിച്ചു. Well, look, as long as gas prices are going up, people are going to feel like I'm not doing enough, and I understand that because people get hurt when they're going to that gas station and seeing those prices rise every day. അമേരിക്കയിൽ ഗ്യാസ് വില കുത്തനെ ഉയരുന്നത് തന്റെ ജനപ്രീതിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒബാമ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിലാണ് സമ്മതിച്ചത്. ഗ്യാസ് വില ഉയരുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ജനങ്ങൾ കരുതുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഗ്യാസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ജനം കാണുന്നത് ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അതവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് ഒബാമ കൂട്ടിച്ചേർത്തു. ഇന്ധനവില കൂടുന്തോറും ഒബാമയുടെ ജനപ്രീതി നിരക്ക് കുറയുകയാണെന്നാണ് നിരവധി സർവേകൾ വ്യക്തമാക്കുന്നത്. അതിപ്പോൾ 41% കുറഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് CBS പോൾ സൂചിപ്പിച്ചത്. ടെക്സാസിലെ പുതിയ വോട്ടർ ID നിയമം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തള്ളി. ലാറ്റിനോകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ. ടെക്സാസിൽ നടപ്പാക്കാനിരുന്ന പുതിയ വോട്ടർ ID നിയമം വേണ്ടെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു. വോട്ട് ചെയ്യാൻ ഡ്രൈവിംഗ് ലൈസൻസോ പേഴ്സണൽ ID കാർഡോ നിർബന്ധമാക്കിയാൽ ലാറ്റിനോകളെ ആയിരിക്കും അത് കൂടുതൽ ബാധിക്കുക. ടെക്സാസിൽ 8 ലക്ഷം പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസോ സർക്കാർ നൽകുന്ന പേഴ്സണൽ ID കാർഡോ ഇല്ലാത്തത്. അതിൽ 38% ലാറ്റിനോകളാണെന്നും അങ്ങനെ വന്നാൽ ഫെഡറൽ വോട്ടിംഗ് റൈറ്റ് നിയമപ്രകാരം കിട്ടുമായിരുന്ന വോട്ടവകാശം അവർക്ക് കിട്ടാതെ പോകുമെന്നും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷമാണ് അമേരിക്കയിലെ മറ്റ് 7 സംസ്ഥാനങ്ങൾക്കൊപ്പം ടെക്സാസിലും പുതിയ വോട്ടർ ID നിയമം കൊണ്ടുവന്നത്. വിസ്കോസിനിലെ നിയമം തിങ്കളാഴ്ച കോടതി തടയുകയുണ്ടായി. സൗത്ത് കാരോലിനയിലെ വോട്ടർ ID നിയമം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഡിസംബറിൽ നിർത്തിവച്ചിരുന്നു. ഫെഡറൽ റിസർവിന്റെ പരീക്ഷണത്തിൽ അമേരിക്കയിലെ 4 ബാങ്കുകൾ പരാജയപ്പെട്ടു. ഇതാദ്യമായാണ് ഫെഡറൽ റിസർവ് പരീക്ഷണ ഫലം പുറത്തുവിടുന്നത്. സാമ്പത്തിക ആഘാതം താങ്ങാനാകുമോ എന്ന ഫെഡറൽ റിസർവ് പരീക്ഷണത്തിൽ അമേരിക്കയിലെ 4 ബാങ്കുകൾക്ക് പരാജയം. സിറ്റി ഗ്രൂപ്പ് അടക്കമുള്ള 4 ബാങ്കുകളാണ് ഫെഡറൽ റിസർവ് പരീക്ഷണത്തിൽ പരാജയപ്പെട്ടത്. സിറ്റി ഗ്രൂപ്പിനെ കൂടാതെ സൺട്രസ്റ്റ്, അലേ ഫിനാൻഷ്യൽ, മെഡ് ലൈഫ് എന്നീ ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കരുതൽ ധനം തങ്ങളുടെ പക്കലുണ്ടെന്ന് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അമേരിക്കയിലെ 3ാമത്തെ വലിയ ബാങ്കായ സിറ്റി ഗ്രൂപ്പ് ഫെഡറൽ റിസർവിന്റെ പരീക്ഷണത്തിൽ 19 ടെസ്റ്റുകൾ പാസ്സായി. മറ്റ് ബാങ്കുകളും പരീക്ഷണത്തിൽ പരാജയപ്പെട്ടെങ്കിലും അവയെല്ലാം 2008 സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോഴത്തേക്കാൾ ഭദ്രമായ നിലയിലാണ് ഇപ്പോഴെന്നാണ് ഫെഡറൽ റിസർവിന്റെ വിലയിരുത്തൽ. ഫെഡറൽ റിസർവിന്റെ പരീക്ഷണങ്ങളിൽ തൊഴിലില്ലായ്മ 13% ആകുമ്പോഴും ഓഹരി വില 21% താഴുകയാണെങ്കിലോ അതുപോലെ വീടുകളുടെ വില 21% കുറയുമ്പോഴോ ബാങ്കുകൾക്ക് ഇത്തരം സാഹചര്യം നേരിടാനുള്ള കഴിവുണ്ടോ എന്നതും ഉൾപ്പെട്ടിരുന്നു. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാനുള്ള കരുതൽ ധനത്തിന്റെ അളവും ഫെഡറൽ റിസർവിന്റെ ഒരു അളവുകോലായിരുന്നു. ഫെഡറൽ റിസർവിന്റെ ടെസ്റ്റിൽ ഉയർന്ന നിലവാരം പുലർത്തിയ ബാങ്കുകൾ ന്യൂയോർക്ക് മെലോൺ, സ്റ്റേറ്റ് സ്ട്രീറ്റ്, അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയാണ്. 2009 മുതൽ ഇത്തരം പരീക്ഷണങ്ങൾ ഫെഡറൽ റിസർവ് നടത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ടെസ്റ്റ് റിസൾട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെ ആദ്യ അമേരിക്കൻ പര്യടനം ആരംഭിച്ചു. അഫ്ഗാൻ ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായെന്ന് കാമറൂൺ. അഫ്ഗാനിസ്ഥാനിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ സമയമായെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിലെത്തിയ അദ്ദേഹം പത്രലേഖകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തും. 2013 പകുതിയോടെ സൈനിക ദൗത്യം മതിയാക്കി സൈനികരെ തിരികെ വിളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഒരു നല്ല ജനാധിപത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും കാമറൂൺ വ്യക്തമാക്കി. 2010 ജൂലൈയിൽ ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് കാമറൂൺ അമേരിക്ക സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും പങ്കെടുക്കുന്ന സുപ്രധാന ചർച്ചകൾ ഇനി നടക്കാനിരിക്കുകയാണ്. നാറ്റോയുടെയും G8 രാഷ്ട്രങ്ങളുടെ മീറ്റിംഗും ഇനി നടക്കാനുണ്ട്. അഫ്ഗാൻ പ്രശ്നത്തിലുള്ള സുപ്രധാന ചർച്ചയായാണ് ഇരു രാഷ്ട്ര നേതാക്കളുടെയും ചർച്ചയെ കണക്കാക്കുന്നത്. സിറിയ, ഇറാൻ പ്രശ്നങ്ങളും ചർച്ചയുടെ ഭാഗമാകും. വിദേശ സൈന്യങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഫ്ഗാനെ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കാമറൂണിന്റെ ഈ പ്രസ്താവന എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു.
2014 അവസാനത്തോടെ അഫ്ഗാൻ വിടാനാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യസൈന്യം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ തീരുമാനത്തിൽ ഒരു വ്യത്യാസമാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്ന സന്ദേശമാണ് കാമറൂൺ വാഷിംഗ്ടണിൽ നൽകിയത്. കാമറൂണിനൊപ്പം അദ്ദേഹത്തിന്റെ പത്നി സാമന്തയും സന്ദർശന സംഘത്തിലുണ്ട്. മുൻ ഇലിനോയ് ഗവർണർ റോഡ് ബ്ലെഗോജെവിച്ച് ജയിലിലേക്ക്. ജയിലിൽ പോകുന്നതിന് മുമ്പ് പത്രലേഖകരെ കാണാൻ സാധ്യത. ജയിലിലേക്ക് യാത്രയാകുന്നതിനു മുമ്പ് ബ്ലെഗോജെവിച്ചിന് തന്റെ മനസ്സു തുറക്കാൻ അവസരം ലഭിക്കുന്നു. മുൻ ഇലിനോയ് ഗവർണർ റോഡ് ബ്ലെഗോജെവിച്ച് 14 വർഷത്തെ ശിക്ഷ അനുഭവിക്കാൻ വ്യാഴാഴ്ച കൊളറാഡോയിലേക്ക് തിരിക്കും. അഴിമതി കേസിൽ ജയിലിലാകുന്ന ഇദ്ദേഹം ബുധനാഴ്ച പത്രസമ്മേളനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലെഗോജെവിച്ച് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തുകയില്ലെന്നും ഷിക്കാഗോയിൽ നിന്നും ഒളിച്ചുപോയി ജനങ്ങളോട് ഗുഡ് ബൈ പറയാനുള്ള അവസരം നഷ്ടപ്പെടുത്തില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വക്താവ് ഗ്ലെൻ സെലിംഗ് പറഞ്ഞത്. ഇപ്പോൾ ബ്ലെഗോജെവിച്ചും കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ഇലിനോയിലെ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ശക്തിയെന്നുമാണ് ഗ്ലെൻ സെലിംഗ് അറിയിച്ചത്. ഇതിനു മുമ്പ് 2010 ഏപ്രിലാണ് ബ്ലെഗോജെവിച്ച് പത്രസമ്മേളനം നടത്തിയത്. ഈ പത്രസമ്മേളനത്തിൽ തന്റെ നേരെ ആരോപണം ഉന്നയിക്കുന്നവരെ കള്ളന്മാരെന്നും ഭീരുക്കളെന്നുമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായകമാകുന്ന ടേപ്പ് കോടതിയിൽ ഹാജരാക്കാത്തതിനെതിരെ പാട്രിക് ഫിറ്റ്സ് ജെറാൾഡിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. 2011 ജൂൺ മാസത്തിൽ 17 അഴിമതി കേസുകളിൽ നിന്നായി 14 വർഷത്തെ തടവിന് വിധിക്കപ്പെട്ട ബ്ലെഗോജെവിച്ചിന്റെ അവസാന പത്രസമ്മേളനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. നീന്തലിൽ ഒരു യന്തിരൻ വീരഗാഥ. 3200 നോട്ടിക്കൽ മൈൽ ദൂരമാണ് പസഫിക് സമുദ്രത്തിലൂടെ നീന്തി റോബോട്ടുകൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചത്. വെള്ളത്തിനടിയിലൂടെ സ്വയം നീന്താൻ കഴിവുള്ള റോബോട്ട് റെക്കോർഡുകൾ ഭേദിച്ച് ചരിത്രയാത്ര തുടരുന്നു. 2011 നവംബർ 17 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് യാത്ര തുടങ്ങിയ റോബോട്ടുകൾ ഇതിനോടകം 3200 നോട്ടിക്കൽ മൈൽ ദൂരം താണ്ടിക്കഴിഞ്ഞു. വ്യക്തമായി പറഞ്ഞാൽ 5926 കിലോമീറ്റർ ദൂരം. പസഫിക് മഹാസമുദ്രത്തിന് കുറുകെയാണ് ജീവനില്ലാത്ത ഈ നീന്തൽ താരങ്ങൾ ഇപ്പോൾ നീന്തുന്നത്. അമേരിക്കൻ കമ്പനിയായ ലിക്വിഡ് റോബോട്ടിക്സ് ആണ് ഈ നീന്തൽ താരങ്ങളെ സൃഷ്ടിച്ചത്. മഹാനീന്തലേറ്റത്തിന്റെ ആദ്യഘട്ടം 4 മാസം കൊണ്ടാണ് ഇവ പൂർത്തിയാക്കിയത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഹവായ് വരെയായിരുന്നു ഈ യന്ത്രങ്ങൾ നീന്തിയത്. ഇതൊരു ലോക റെക്കോർഡാണ്. 2500 നോട്ടിക്കൽ മൈലായിരുന്നു ഇതിനു മുമ്പത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഈ യന്ത്രങ്ങൾക്ക് ചലിക്കാൻ പ്രത്യേകിച്ച് ഇന്ധനമൊന്നും വേണ്ട. പകൽ സമയം സൗരോർജവും രാത്രി തിരയിളക്കത്തിൽ നിന്നുമാണ് റോബോട്ട് ഊർജം കണ്ടെത്തുന്നത്. 9000 നോട്ടിക്കൽ മൈൽ കടക്കുകയാണ് ലിക്വിഡ് റോബോട്ടിക്സിന്റെ ലക്ഷ്യം. ഇത് 2012 അവസാനമോ 2013 ആദ്യമോ മറികടക്കാനാകുമെന്നാണ് കമ്പനി അധികൃതരുടെ വിശ്വാസം. സമുദ്രത്തിൽ മനുഷ്യന് ഇതുവരെയും കടന്നു ചെല്ലാൻ കഴിയാത്ത ഭാഗങ്ങളിൽ എത്താനും അവിടുത്തെ ജലത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാനും മത്സ്യസമ്പത്തിനെ പറ്റി പഠിക്കാനും ഈ റോബോട്ടുകൾ ഉപയോഗപ്പെടുത്താമെന്ന് കമ്പനി അധികൃതർ അവകാശപ്പെടുന്നു. ഇനി ഒരിടവേള. അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. സേക്രഡ് ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ 50 നോയമ്പിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരുന്ന ധ്യാനം ഈ വർഷം മാർച്ച് 14 മുതൽ 16 വരെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഷിക്കാഗോ സേക്രഡ് ഹാർട്ട് ഇടവക വികാരിയും പ്രശസ്ത ധ്യാന ഗുരുവുമായ റവറൻ ഫാദർ സജി പിണർക്കയിലാണ് ഈ വർഷത്തെ ധ്യാനം നയിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന ത്രില്ലർ എക്സ്പ്രസ് ഷോയുടെ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം വിജയകരമായി നടന്നു. മലങ്കര ആർച്ച് ഡയോസിസിന്റെ ആർച്ച് ബിഷപ്പ് എൽദോ മാർ തീത്തോസ് മെത്രാപൊലീത്ത ആദ്യ ടിക്കറ്റ് ഇടവകയിലെ സീനിയർ മെമ്പറായ MA കുരുവിളയ്ക്ക് നൽകി നിർവഹിച്ചു. വികാരി റവറൻ ഫാദർ ജോയി ജോൺ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം വൻ വിജയമാക്കാൻ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിച്ചു. ഇദ്ദേഹത്തിന് പുറമെ വൈസ് പ്രസിഡന്റ് ജോബി ജോർജ്, സെക്രട്ടറി സിന്ധു ജോൺ, ട്രസ്റ്റി ജോസഫ് കുര്യാക്കോസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ടിക്കറ്റുകൾ സ്വീകരിച്ചു. ജൂൺ 3 വൈകിട്ട് ന്യൂ ടൗണിലെ കൗൺസിൽ റോക്ക് നോർത്ത് സ്കൂളിൽ നടക്കുന്ന ഷോയിൽ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കും. രണ്ടു വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ ആഗോള സമ്മേളനം മെയ് 25 മുതൽ 28 വരെ ടെക്സാസിലെ ഡാളസിൽ നടക്കും. കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി KM മാണി, മുൻ മന്ത്രി MA ബേബി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പത്മഭൂഷൺ ജേതാവും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജോർജ് സുദർശനാണ് സമ്മേളനത്തിന്റെ മുഖ്യ രക്ഷാധികാരി. 40ഓളം രാജ്യങ്ങളിൽ നിന്നായി 400ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 വർഷത്തെ സംഘടനാ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കും. അന്താരാഷ്ട്ര മലയാളി ബിസിനസ് എക്സ്പോയും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ നോർത്ത് അമേരിക്കയിലെ ഈസ്റ്റേൺ റീജിയൻ പ്രസിഡന്റും ന്യൂജേഴ്സി ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലി സഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരുന്ന റവറന്റ് പ്രൊഫസർ TC മാത്യുവിന്റെ സംസ്കാരം മാർച്ച് 12 തിങ്കളാഴ്ച ന്യൂജേഴ്സി മേപ്പിൾ ഗ്രോവ് സെമിത്തേരിയിൽ നടന്നു. മാർച്ച് 10-നും 11-നും ന്യൂജേഴ്സി ഇന്ത്യ ക്രിസ്ത്യാനി അസംബ്ലി സഭയിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. ഭൗതിക ശരീരം അവസാനമായി കാണുവാൻ 100 കണക്കിന് വിശ്വാസികളും സെൻട്രൽ ശുശ്രൂഷകന്മാരും കൗൺസിൽ ഭാരവാഹികളും വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെ വിവിധ സഭാവിശ്വാസികളും ആത്മീയ സംഘടനകളുടെ പ്രതിനിധികളും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖ വ്യക്തികളും എത്തി. ഇനി കേരള ഡെസ്ക്. പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും വീണ്ടും തെറ്റി. ഇത്തവണത്തെ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണന മാത്രം. പതിവായി ലഭിക്കാറുള്ള വാഗ്ദാനങ്ങൾക്ക് പോലും ഇത്തവണ ദാരിദ്ര്യം. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരളത്തിന് ആശ്വസിക്കാൻ വകയില്ലാത്ത ബജറ്റാണ് ഇത്തവണ അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ തന്നെ നടപ്പിലായിട്ടില്ല. കേരളത്തിന് പുതിയ പാതയില്ല. 2 പുതിയ പാതകൾക്കായുള്ള സർവേ മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 2 പുതിയ മെമു സർവീസുകളുണ്ട്. പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ്, എറണാകുളം തൃശൂർ സർവീസുകളാണ് ഇവ. തിരുവനന്തപുരം മംഗലാപുരം പരശുറാം എക്സ്പ്രസ് നാഗർകോവിലേക്ക് നീട്ടി. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് പ്രതിദിനമാക്കി. തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്കും ചെങ്ങന്നൂർ ശബരിമല കാഞ്ഞങ്ങാട് പാണത്തൂർ പാതയും സർവേ നടത്തും. പുതിയ 21 പാസഞ്ചർ തീവണ്ടികളിൽ ഒന്നുപോലും കേരളത്തിനില്ല. പുതുതായി അനുവദിച്ച 75 എക്സ്പ്രസുകളിൽ യശ്വന്ത്പൂർ കൊച്ചുവേളി പ്രതിവാര തീവണ്ടി മാത്രമാണ് കേരളത്തിനുള്ളത്. മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കോയമ്പത്തൂരിലേക്ക് നീട്ടി. നേമത്തും കോട്ടയത്തും കോച്ചിംഗ് ടെർമിനലുകളും പരിഗണിച്ചു. 10 സ്റ്റേഷനുകളെ ആദർ സ്റ്റേഷനുകളാക്കാമെന്ന പ്രഖ്യാപനവും കേരളത്തിന്റെ എല്ലാ ആവശ്യവും റെയിൽവേ ഇത്തവണയും അവഗണിച്ചു. പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം, കൂടുതൽ വണ്ടികൾ, സ്റ്റേഷനുകളും ട്രെയിനുകളിലും സൗകര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊന്നും ഒരിക്കലും പരിഹാരമില്ല. യാത്രക്കാരുടെ എണ്ണം 10 വർഷത്തിനിടയ്ക്ക് 10 മടങ്ങ് കൂടിയപ്പോൾ അതിനനുസരിച്ച് പാളവും വണ്ടിയും മറ്റ് സൗകര്യങ്ങളും കിട്ടിയില്ല. ഓരോ ബജറ്റിലും കേരളത്തിന് പ്രഖ്യാപനങ്ങളല്ലാതെ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് നീക്കിവെക്കാറില്ല. തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതും കേട്ടുമടുത്ത വാഗ്ദാനം. ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, കാഞ്ഞിരമറ്റം, കറുപ്പുതറ, മാരാരിക്കുളം, മുളന്തുരുത്തി, പിറവം റോഡ്, ശാസ്താംകോട്ട, വൈക്കം റോഡ്, വെള്ളാരക്കാട് സ്റ്റേഷനുകളെ ആദർ സ്റ്റേഷനുകളാക്കുമെന്ന് പ്രഖ്യാപനം. തിരുവനന്തപുരം റെയിൽവേ മെഡിക്കൽ കോളേജ്, നാഗർകോവിൽ തിരുവനന്തപുരം റൂട്ടിലെ വൈദ്യുതീകരണം, തകഴി തിരുവല്ല, കണ്ണൂർ മട്ടന്നൂർ, തിരുവല്ല റാന്നി പമ്പ, കോഴിക്കോട് ബേപ്പൂർ, നഞ്ചങ്കോട് നിലമ്പൂർ റോഡ്, തലശ്ശേരി മൈസൂരു പാതകൾക്കായി സമഗ്ര സർവേ ഇനിയും നടന്നിട്ടില്ല. റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണവും പാത ഇരട്ടിപ്പിക്കലും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ അലാബാമയിലും മിസിസിപ്പിയിലും സാന്റോറാമിന് വിജയം. ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം നിരീക്ഷണത്തിന് ന്യൂയോർക്ക് നിവാസികളുടെ പിന്തുണ. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധന തന്റെ ജനപ്രീതിയെ ബാധിക്കുന്നതായി ഒബാമ സമ്മതിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെ അമേരിക്കൻ സന്ദർശനം തുടങ്ങി. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.